ഇപ്പോൾ വർഗീസ് ചക്കാലക്കൽ കോഴിക്കോട് അതിരൂപത ആർച്ച് ബിഷപ്പിനെ രാഷ്ട്രീയ നേതാക്കൾ സന്ദർശിക്കുന്നുണ്ട്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാഷുണ്ട്. ഒപ്പം മുഹമ്മദ് റിയാസ് PWD ടൂറിസം വകുപ്പ് മന്ത്രിയുണ്ട്. അല്പസമയം മുമ്പ് EP ജയരാജനും പള്ളിയിലെത്തി സന്ദർശിച്ചു. ഇന്ന് ഓശാന ഞായർ കൂടിയാണ്. സന്ദർശനത്തിന് ഒരുപാട് രാഷ്ട്രീയാർത്ഥങ്ങൾ കൂടിയുണ്ട് എന്നത് പ്രേക്ഷകർക്ക് അറിയാമല്ലോ. VS രഞ്ജിത്ത് നമുക്കൊപ്പം ചേരുന്നു. VS രഞ്ജിത്ത്, ഇന്നലെ മുഖ്യമന്ത്രിയും ഒപ്പം തന്നെ ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും വർഗീസ് ചക്കാലക്കൽ ആർച്ച് ബിഷപ്പിനെ പോയി കണ്ടിരുന്നു. ഇന്നിപ്പോൾ CPM സംസ്ഥാന നേതാക്കൾ ഒപ്പം തന്നെ മുഹമ്മദ് റിയാസ് അടക്കമുള്ളവർ ഇപ്പോൾ പള്ളിയിലേക്കെത്തി വർഗീസ് ചക്കാലക്കൽ പിതാവിനെ കാണാൻ വന്നതാണ് അല്ലേ? ഡോക്ടർ അരുൺകുമാർ, നേരത്തെ EP ജയരാജൻ സഖാവ് വന്നിരുന്നു. ഇപ്പോൾ പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും മന്ത്രി മുഹമ്മദ് റിയാസും എത്തി. ഇന്നലെ മുഖ്യമന്ത്രി എത്തിയിരുന്നു. അദ്ദേഹത്തിന് ഊഷ്മളമായിട്ടുള്ള ആശംസകൾ അറിയിക്കുക എന്നുള്ളതാണ് നേതാക്കന്മാരുടെ വരവിൻ്റെ ഉദ്ദേശം. ഇന്നലെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ എത്തിയിരുന്നു. ഈ പ്രഖ്യാപനം 3:30 നടക്കുന്ന വേളയിൽ തന്നെ കോൺഗ്രസിൻ്റെ KC വേണുഗോപാൽ ഉൾപ്പെടെ നേതാക്കന്മാരുണ്ടായിരുന്നു. അതിനുശേഷമാണ് മുഖ്യമന്ത്രി തന്നെ നേരിട്ടെത്തിയത്. മുഖ്യമന്ത്രി ഇന്നലെ ജില്ലയിലുണ്ടായിരുന്നു. ജില്ലയിലെ 2 പരിപാടികൾക്ക് ശേഷം അദ്ദേഹം ഇവിടെ നിന്ന് മടങ്ങേണ്ടതാണ്. അതിന് തൊട്ടു മുമ്പ് പക്ഷേ ഈ പ്രഖ്യാപനം വന്നതോടുകൂടി അദ്ദേഹം കോഴിക്കോട് രൂപത ആസ്ഥാനത്തെത്തി. ഇപ്പോൾ അതിരൂപത ആസ്ഥാനമാണ്. അതിരൂപത ആസ്ഥാനത്തെത്തി അവിടെ അദ്ദേഹത്തിന് ആശംസകൾ അർപ്പിക്കുകയായിരുന്നു. ഇന്നിപ്പോൾ രാവിലെ കോഴിക്കോട് പള്ളിയിൽ, ഇവിടുത്തെ സെൻറ് ജോസഫ് പള്ളിയിൽ കുർബാന, അതുപോലെ ഓശാന പെരുന്നാളിൻ്റെ പ്രത്യേക കുർബാനയൊക്കെ നടന്ന് അതിനുശേഷം ആണ് ഇപ്പോൾ നേതാക്കന്മാർ എത്തിയിട്ടുള്ളത്. MV ഗോവിന്ദൻ, അതുപോലെ പാർട്ടി ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ, അതുപോലെ മന്ത്രി മുഹമ്മദ് റിയാസ്, എല്ലാവരും എത്തിയിട്ടുണ്ട്. പാർട്ടി സംസ്ഥാന സെക്രട്ടറി അദ്ദേഹത്തിൻ്റെ ഭാര്യയോടൊപ്പമാണ് വന്നിട്ടുള്ളത്. അദ്ദേഹം ഇവിടെ സംസ്ഥാന സെക്രട്ടറി എന്ന രീതിയിലുള്ള പരിപാടികൾ അദ്ദേഹത്തിനുണ്ട്. അതുപോലെ മറ്റ് പരിപാടികൾക്കൊക്കെ കോഴിക്കോട് ജില്ലയിൽ ഇന്ന് അദ്ദേഹം എത്തിയതാണ്. ആ സമയത്താണ് ഇന്നലെ പ്രഖ്യാപനം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇന്നിപ്പോൾ നേരിട്ട് ഈ പള്ളിയിലെത്തി. ഈ രൂപതാസ്ഥാനത്തല്ലാതെ അദ്ദേഹം പങ്കെടുക്കുന്ന ചടങ്ങുകൾ നടക്കുന്ന പള്ളിയിലെത്തി അദ്ദേഹത്തെ അദ്ദേഹവുമായി സംസാരിക്കുന്നു. കോഴിക്കോട് അദ്ദേഹം ബിഷപ്പിനെ സംബന്ധിച്ച് അദ്ദേഹം എല്ലാവരുമായും വളരെ ഊഷ്മളമായ ബന്ധം സൂക്ഷിക്കുന്ന, എല്ലാവരുമായി ചിരിച്ച് സംസാരിക്കുന്ന, ഒരു മടിയുമില്ലാതെ എല്ലാവരുമായി തുറന്ന് സംസാരിക്കുന്ന പ്രിയപ്പെട്ട ഒരു ബിഷപ്പ് കൂടിയാണ് ഇപ്പോൾ ആർച്ച് ബിഷപ്പായിട്ടുള്ള വർഗീസ് ചക്കാലക്കൽ പിതാവ്. അദ്ദേഹവുമായിട്ടുള്ള ഒരു ഫോട്ടോ സെഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാഷ്, ഒപ്പം ഭാര്യ, ഒപ്പം മുഹമ്മദ് റിയാസ് എന്നിവർക്കൊപ്പം ഇപ്പോൾ കോഴിക്കോട് അതിരൂപതയുടെ ആർച്ച് ബിഷപ്പായി ചുമതലയേറ്റ ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ ഇപ്പോൾ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുകയാണ്. ഒന്ന് ഓശാന ഞായറാണ്, കുരുത്തോല പെരുന്നാൾ ദിവസമാണ്. പള്ളികളിലൊക്കെ രാഷ്ട്രീയ നേതാക്കളുടെ സാന്നിധ്യവുമുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് ആർച്ച് ബിഷപ്പിനെ കണ്ട് അഭിനന്ദനം അറിയിക്കാൻ എത്തിയതാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, ഒപ്പം ഭാര്യ മുഹമ്മദ് റിയാസ് PWD ടൂറിസം വകുപ്പ് മന്ത്രിയും എത്തി. ഇന്നലെ മുഖ്യമന്ത്രി നേരിട്ട് എത്തി ഊഷ്മളമായ ആശംസകൾ നേർന്നിരുന്നു. KC വേണുഗോപാൽ ACC ജനറൽ സെക്രട്ടറിയും ഇന്നലെ ഇവിടെ എത്തിയിരുന്നു. ഇപ്പോൾ ആർച്ച് ബിഷപ്പ് നേരിട്ട് കണ്ട് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാഷുണ്ട്. മുഹമ്മദ് റിയാസ് ടൂറിസം PWD വകുപ്പ് മന്ത്രിയും ഇപ്പോൾ അവർക്കൊപ്പമുണ്ട്. ഊഷ്മളമായ ആശംസകളൊക്കെ നേർന്നു പോവുകയാണ്. ഗോവിന്ദൻ മാഷ് മാധ്യമങ്ങളോട് പ്രതികരിക്കുമോ എന്നറിയില്ല. ഇന്ന് ഓശാന ഞായറാണ്, കുരുത്തോല പെരുന്നാളാണ്. വിശ്വാസികൾക്ക് വളരെ പ്രാധാന്യമേറിയ ദിവസം. വിശുദ്ധ ഭാരതത്തിന് തുടക്കം കുറിക്കുന്നു. കോഴിക്കോട് അതിരൂപതയായതിനു ശേഷമുള്ള ആദ്യത്തെ ഓശാന ഞായറാണ്. പ്രത്യേകിച്ച് കോഴിക്കോടിനെ സംബന്ധിച്ച് ഇത് ഇരട്ടി മധുരമാണ് ഇന്നത്തെ ദിവസം. കോഴിക്കോട് രൂപത അതിരൂപതയായി ഉയർത്തപ്പെട്ടതിന് ശേഷം അല്പസമയം മുമ്പ് EP ജയരാജനും ആർച്ച് ബിഷപ്പിനെ പോയി നേരിട്ട് കണ്ട് ആശംസകൾ അറിയിച്ചിരുന്നു. മുഖ്യമന്ത്രി ഇന്നലെ എത്തിയിരുന്നു. ഇപ്പോൾ മാധ്യമങ്ങളോട് ഒരുപക്ഷെ പ്രതികരിച്ചേക്കാം MV ഗോവിന്ദൻ മാഷ്. ഓശാന ഞായറാഴ്ച പെരുന്നാൾ, കുരുത്തോല പെരുന്നാൾ ദിനമാണ്. ആർച്ച് ബിഷപ്പ് ലത്തീൻ സഭയുടെ 3ാമത്തെ അതിരൂപതയാണ് കോഴിക്കോട് അതിരൂപത. കണ്ണൂർ, സുൽത്താൻപേട്ട രൂപതകൾ ഇപ്പോൾ വരുന്നത് ഈ അതിരൂപതയുടെ കീഴിലായിരിക്കും. നേരത്തെ രൂപതയായിരുന്ന കോഴിക്കോടിനെ അതിരൂപതയായി വത്തിക്കാനാണ് പ്രഖ്യാപിച്ചത്. ആർച്ച് ബിഷപ്പ്